ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളൊരു ദിവസം ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് സെൻറ്റർ സ്ക്വയർ മോളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പുതിയൊരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്, ഷെഫ് പിള്ളയുടെയാന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ അതേ പുള്ളിയുടെ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ പുള്ളിയുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റിൻ്റെ പേര് യുണൈറ്റഡ് കോക്കനട്ട് എന്നായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല ആംബിയൻസും കാര്യങ്ങളായിരുന്നു, നല്ല സ്പേഷ്യസ് ആണ്, കാണാനും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ തന്നെ നമ്മൾ ഒരു മൂന്നോ നാലോ സ്റ്റാർട്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഇഞ്ചിപ്പുളി ചിക്കനോ അങ്ങനെ എന്തോ ചിക്കൻ ലോലിപ്പോപ്പ് തന്നെ, അതിൽ പുളിയിഞ്ചിയിലും മുക്കി കൊടുത്തൊരു ചിക്കൻ, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. കുഴപ്പമില്ല, അത്ര തന്നെ. പിന്നെ നമ്മൾ പ്രോൺസിൻ്റെ ഒരു സ്റ്റാർട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വലിയ കുഴപ്പമില്ല. എല്ലാം ആവറേജ് ആയിരുന്നു. ഭയങ്കര ഹൈപ്പ് കൊടുക്കാനുള്ള ഇതൊന്നും തോന്നിയില്ല ഫുഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കബാബ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും എല്ലാം ആവറേജ് ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ലതെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ ഷെഫ് പിള്ളയുടെ ഇവിടെ പോകുന്ന ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇതുവരെ എനിക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഇത് ഫസ്റ്റ് ടൈം. അപ്പോൾ എന്തായാലും കയറാം, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, എന്താണ് എന്നൊന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറിയത്. അപ്പം നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ഫിഷ് നിർവാണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ അപ്പവും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിഷ് നിർവാണ നമ്മുടെ കരിമീൻ വെച്ചിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫിഷ് നിർവാണയ്ക്ക് ഞാൻ പൊതുവേ കേട്ടിട്ടുള്ള ഭയങ്കര അഭിപ്രായമായിരുന്നു. അപ്പം എപ്പോഴും ഞാൻ വിചാരിക്കും ഒന്ന് കയറി ട്രൈ ചെയ്യണം, എന്താണ് ഇത്ര എന്നൊക്കെ കേട്ടോ. പക്ഷെ നമുക്ക് കിട്ടിയത് ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് തോന്നിയത് ഫുൾ മിൽക്ക് പൗഡർ മിക്സ് ചെയ്തിട്ട് എന്തോ ഉണ്ടാക്കി വെച്ചൊരു പോലെയായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനിയിപ്പോൾ അന്നത്തെ പ്രശ്നമാണോ, അതോ ഇനി ഞങ്ങൾക്ക് ടേസ്റ്റ് തോന്നാത്തതാണോ, അതോ ഇത് തന്നെയാണോ ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് എന്നൊന്നും അറിയില്ല. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇത് ഓൾറെഡി കഴിച്ചിട്ടുള്ളതാണ് വേറെ സ്ഥലത്ത് നിന്ന്. അപ്പം അന്ന് ഇതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ കഴിക്കാൻ പോയ ദിവസം ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേസ്, അതൊരു ഫ്ലോപ്പായിരുന്നു. പക്ഷേ ബില്ല് അത്യാവശ്യം നല്ല രീതിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്.